വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 4th ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബേസിക്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ഫിഗർ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ക്വയറിൻ്റെ ഏരിയ, പെരിമീറ്റർ ഇതൊക്കെ എങ്ങനെയാണ് കാണാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഇൻ ടു സൈഡാണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരിക. ഇപ്പോൾ ഒരു സൈഡ് 1 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഇനി 2 ആണെങ്കിലോ 2 സ്ക്വയർ 4 ആണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 7th സ്റ്റാൻഡേർഡിൽ. എന്തായിരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഈ ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും ഈ ഒരു വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതും നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ് ഈ ഒരു 2 കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണ്? ഈ സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയയേക്കാൾ ഡബിൾ ആയിരിക്കും ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മളിപ്പം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1, ഇതിൻ്റെ സൈഡ് എത്രയാണോ ആ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 2 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സൈഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1 മീറ്ററിനേക്കാൾ കൂടുതലും 2 മീറ്ററിനേക്കാൾ കുറവോ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഫ്രാക്ഷനോ ഡെസിമൽ നമ്പറോ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ നമ്പർ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഏത് ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഏത് നമ്പറിൻ്റെ ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലാണ് 2 കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1.5 സ്ക്വയർ എടുത്ത് നോക്കുക. 1.5 സ്ക്വയർ എടുത്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെ നമുക്ക് 1 + 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ, നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇതെന്താണ്? A+B ഹോൾ സ്ക്വയർ ഫോമില ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം? A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം A² + 2AB + B സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 × 1/4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2നേക്കാൾ വലിയൊരു നമ്പറാണ്. അപ്പോൾ ഇത് വരില്ല. ഇനി അടുത്ത ഫ്രാക്ഷൻ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ എന്താ വരുന്നത്? 1 × 1/4 ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം 1 + 1/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതും A+B ഹോൾ സ്ക്വയർ ഫോമിലാണുള്ളത്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2നേക്കാൾ കുറവായിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത നമ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 2നേക്കാൾ കുറവായിട്ടുള്ള നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് നമ്പേഴ്സ് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ടാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം? നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എൻ്റെ സ്ക്വയർ എടുത്ത്, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഊഹിച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അത് തിരുത്തി നമ്മൾ ഓരോ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ആൽജിബ്രൈക് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാൽ എന്താ വരിക എന്നുള്ളതൊന്ന് നോക്കാം. ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഫ്രാക്ഷനെ നമുക്ക് P/Q എന്ന് എഴുതാം. അപ്പോൾ ഫ്രാക്ഷൻ്റെ സ്ക്വയർ 2 വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ P/Q ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 എന്ന് കൊടുക്കാം. അപ്പോൾ P²/Q² എന്ന് എഴുതാലോ =2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു Qനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്? ഇവിടെ ഡിവിഷൻ ആയിരുന്നു. =ൻ്റെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും.
ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ നമ്മളൊരു ഓഡ് നമ്പറാണ് എടുക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് 1 ആണ് എടുക്കുന്നതെങ്കിൽ 1 സ്ക്വയറിൻ്റെ 1 ആണ് വരിക. 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ P² = 2 എന്ന് കിട്ടും. അപ്പോൾ P എന്ന് പറയുന്നത് ഇവൺ നമ്പറാണ്. അപ്പോൾ ക്യൂ ഓഡാക്കി എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ ഒരു Pക്ക് പകരം 2Q, അതായത് ഇവൺ നമ്പർ തന്നെ എടുത്തു, = 2Q² എന്ന് പറയുന്നത് എന്താണ്, 2K² = 2Q² എന്ന് കിട്ടി. അപ്പോൾ 2K² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4K² = 2Q². അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2K² = Q² എന്ന് കിട്ടി. ഇവിടെ അപ്പോൾ എന്ത് മനസ്സിലായി, ഇവിടെ Q എന്ന് പറയുന്നത് ഇവണാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും എക്സാക്ട്ലി നമുക്ക് 2 കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് നമുക്ക് സ്ക്വയറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്ക് ഫ്രാക്ഷൻ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഫ്രാക്ഷൻ്റെ സ്ക്വയർ, ഏത് ഫ്രാക്ഷൻ്റെ സ്ക്വയറാണ് നമുക്ക് 1 കിട്ടുന്നത്, അങ്ങനത്തെ ഒരു ഫ്രാക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഒരു ഏരിയ തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കണ്ടെത്താൻ പറ്റും. ഇനിയിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ആ ഏരിയയുടെ റൂട്ട് എടുത്താൽ മതി. അതായത് 4 ആണെങ്കിൽ ആ 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് വരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കിയ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആയിരിക്കും, പെരിമീറ്റർ എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 × 1/4 ആണെങ്കിൽ ആ ഒരു സ്ക്വയറിൻ്റെ സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് 1 × 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയറിൻ്റെ ഏരിയ 2 ആണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒക്കെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു വലിയ സ്ക്വയറിന് ഡിവൈഡ് ചെയ്തിട്ട് 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ ഈ സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയയുടെ നേരെ ഡബിൾ ആയിരിക്കും ഈ ഒരു ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ തന്നു കഴിഞ്ഞാൽ സൈഡ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 ആണെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും, ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പം പഠിച്ച കാര്യം എന്താണ്, ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 ആണെങ്കിൽ ആ ഒരു സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ഒരു ഡെസിമലോ ഫ്രാക്ഷനോ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ, ഏത് ഫ്രാക്ഷൻ്റെ സ്ക്വയറാണ് 2 കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അതിൻ്റെ അടുത്ത നമ്പർ വെച്ചിട്ട് നോക്കി. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ്റെ നമ്പർ നമ്മൾ നോക്കിയപ്പോൾ എന്തായിരുന്നു വന്നത്, അത് 2നേക്കാൾ കുറവായിട്ടുള്ള നമ്പറായിരുന്നു കിട്ടിയത്. പിന്നെയും ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തു, അപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്, 2നേക്കാൾ കുറവായിട്ടുള്ള നമ്പറാണ് കിട്ടിയത്. നമ്മൾ ഒരുപാട് ഫ്രാക്ഷൻസ് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് 2 കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് നമ്മളിപ്പം പഠിച്ച കാര്യം എന്താണ്, നമ്മളിപ്പം പഠിച്ചു ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫ്രാക്ഷൻ ആയിരിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതായത് നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ആണെങ്കിൽ ഡയഗണൽ നമുക്ക് കണ്ടെത്തിക്കൂടെ, ഈ 2 സൈഡിൻ്റെ സ്ക്വയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അതായത് 1 സ്ക്വയർ + 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ ഈ ഒരു ഡയഗണലിൽ √2 കിട്ടി. ഇനി ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും, അതായത്
√2 പ്ലസ് 1² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് എന്ത് ചെയ്യും, √3 ആൻസർ കിട്ടും. ഇതുപോലൊരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡയഗണൽ, അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഡയഗണലാക്കി വെച്ചിട്ട് സ്ക്വയേഴ്സ് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രോ ചെയ്ത ഫിഗർ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലുള്ളൊരു ഫിഗറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഈ √2 എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ ഡയഗണലാണ്. അപ്പോൾ ഈ √2 വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇങ്ങോട്ടേക്ക് ഒരു സ്ക്വയർ വരയ്ക്കുക. അതുപോലെ √3 സൈഡാക്കിയിട്ട് ഇവിടെയും എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ വരയ്ക്കാം. ഇനി 1 മീറ്റർ സൈഡാക്കിയിട്ട് ഇവിടെയും ഒരു സ്ക്വയർ വരയ്ക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ സൈഡ് √3 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √2 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതിൻ്റെ സൈഡ് 1 ആകുന്ന സമയത്ത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ക്വയേഴ്സിൻ്റെ ഏരിയ കണ്ടെത്താൻ പറ്റുന്നതാണ്. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി, ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ ഈക്വൽ ആണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ സ്ക്വയർ ഒരിക്കലും എന്താവില്ല, അതായത് സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ കനോട്ട് ബി 2, അതായത് 2 ആവില്ല. ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആവില്ല എന്നുള്ളതും നമ്മൾ പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിലെ മെഷർ ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഏരിയ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും എന്ത്, സൈഡ് എന്നുള്ളത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ഒരു ഫിഗറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറേ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്, അതായത് ഒന്നുമില്ല, നമ്പേഴ്സ് മാത്രമായിട്ട് പറഞ്ഞാൽ ഈ ലൈനിൽ നീളങ്ങളായിട്ടുള്ള ഫ്രാക്ഷനുകളുടെ സ്ക്വയേഴ്സിനോട് അടുത്തടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവരുണ്ടാവും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയേഴ്സ്, അതായത് 1ന് ശേഷമുള്ളത് നമ്മൾ ഫ്രാക്ഷൻ എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമൽസ് എടുത്ത് നോക്കാം. അപ്പോൾ ഡെസിമൽ 1ന് ശേഷമുള്ള ഡെസിമൽ ഏതാണ്, 1.1. 1.1ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1.21 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 1.2ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1.44 ആണ് കിട്ടുന്നത്. ഇനി 1.5 സ്ക്വയറിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ 2നേക്കാൾ വലിയൊരു നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1.2ൻ്റെയും 1.5ൻ്റെയും ഇടയിലാണ്, അതായത് 1.4ൻ്റെ സ്ക്വയറിൻ്റെയും 1.5ൻ്റെ സ്ക്വയറിൻ്റെ ഇടയിലാണ് 2 വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അത് ഏതായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്തു, 1.41 സ്ക്വയർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.9881 ആണ് കിട്ടുന്നത്. അപ്പോൾ 1.42 സ്ക്വയർ ചെയ്യുന്ന സമയത്തോ അത് 2ന് കുറച്ച് മേലോട്ടേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു 2 എന്ന് പറയുന്നത് 1.41 സ്ക്വയറിൻ്റെയും 1.42 സ്ക്വയറിൻ്റെയും ഇടയിലാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ പോയിൻ്റ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഓരോ പോയിൻ്റ് വാല്യൂ എന്നും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 അടുത്തടുത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നോക്ക്, 1.41421 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2നോട് വളരെ അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷമുള്ള ഈ 41421 സ്ക്വയർ അതിൻ്റെയും അതുപോലെ തന്നെ 1.41421 ഹോൾ സ്ക്വയറിൻ്റെയും ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, 2 എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്, 2 എന്ന് പറയുന്നത്
ഇതിൽ 2 മൈനസ് 1.4142 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.0001079. അത് അപ്രോക്സിമേറ്റ്ലി എന്താണ് 0.002 അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമ്മൾ ഫ്രാക്ഷനിലാക്കി എഴുതാണെങ്കിൽ 14/10, 141/100, 1440 ഡിവൈഡ് ബൈ 1000 ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ തുടരുന്ന ഫ്രാക്ഷനുകളുടെ സ്ക്വയർ 2നോട് അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ √2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? 1.41421 എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.4 എന്ന് എഴുതാം. അപ്പോൾ ഒരു നമ്പറും കൂടി വേണമെങ്കിൽ എടുക്കാം. √2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 എന്നും എഴുതാം. അപ്പോൾ √3 സൈഡായിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ √3യുടെ വാല്യൂ എന്താണ്? 1.73205 എക്സെട്ര. നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1.7 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.73 എന്ന് എഴുതാം. ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എക്സ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √x ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഏരിയ എന്ന് പറയുന്നത്, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളല്ലേ? അതായത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, ഈ ഒരു സൈഡും 1 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? √2 ആയിരിക്കില്ലേ? അതായത് ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ടായിരിക്കും ഇവിടെ വരിക. അപ്പോൾ √2 കിട്ടി. ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട്, അതായത് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 കിട്ടും. ഇനി ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ √3 ഹോൾ സ്ക്വയർ പ്ലസ് 1 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? √4 കിട്ടും. ഇനി അടുത്തത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് 1ഉം ഇത് √4ഉം ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? √5 കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? √5 ആണ്. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? 5 ആണെന്നും കിട്ടി. അതുപോലെ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? √5ഉം കിട്ടി. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ ഒരു സൈഡ് 2 മീറ്റർ ആയ ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ആറ്റിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട്, ആൾട്ടിറ്റ്യൂഡിനെ സൈഡാക്കി എടുത്തുകൊണ്ട് നിങ്ങളൊരു സ്ക്വയർ വരയ്ക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കാണാനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരിക? അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം. അതായത് ഇതെന്താണ്? ഇത് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതെന്താണ്? ഇവിടെ AD ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ BD നമുക്കറിയാം 1 മീറ്റർ ആണ്. AB എന്ന് പറയുന്നത് എന്താണ്? 2 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് BD എന്ന് പറയുന്നത് 1 മീറ്റർ കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് BC എന്ന് പറയുന്നത് ടോട്ടൽ എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ? അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്ററിൻ്റെ ഇതിനെ ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് BD എന്ന് പറയുന്നത് 1 മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ AD ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? √3 ആണ് കിട്ടുന്നത്. അപ്പോൾ √3 ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ എന്ത് വരുന്നത്? ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും?
നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ 3 സ്ക്വയർ മീറ്റർ ആണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ എത്രയാണ് വരുന്നത്? √3 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുള്ള ബാക്കി 2 സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് നമുക്ക് 1 മീറ്റർ, ഇതെന്താണ് AD എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ബാക്കിയുള്ള 2 സൈഡ് എത്രയാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 1 മീറ്റർ ആണ് വരുന്നത്. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ് വരിക? √3 ആണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ലാർജസ്റ്റ് സൈഡിനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്മോളസ്റ്റ് സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ വരുന്നത് എന്താണ്? 2 ആണ് വരുന്നത്. അപ്പോൾ ഏതോ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് അതായത് ഏതോ 2 നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 കിട്ടും. അതേത് നമ്പേഴ്സാണ്? √3ഉം √1 ആണ്. അതായത് √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ആൻസർ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സൈഡ് നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ബേസാക്കി എടുത്തിട്ട് നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി ഈ ഒരു സൈഡ് നമ്മൾ, അതായത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? അതും നമുക്കറിയാം ഇപ്പോൾ. അപ്പോൾ അതായത് AD എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? √3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഈ ഒരു സ്ക്വയറിൻ്റെ 3 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു സ്മോൾ ഒരു സ്ക്വയറും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുതുതായിട്ടൊന്നും പറയുന്നില്ല, ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം.